US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റുള്ളവരുമായുള്ള വ്യാപാര ചർച്ചകൾ വേഗത്തിലാക്കുമ്പോൾ ഒറ്റപ്പെടലിനെ ഭയന്ന് നീങ്ങുകയാണ് ചൈന. അമേരിക്കയിലേക്കുള്ള ചൈനീസ് നിർമ്മിത വസ്തുക്കളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനായി ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾക്കായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സജീവമായി ചർച്ചകൾ നടത്തിവരികയാണ്. ട്രംപിന്റെ ഈ നീക്കങ്ങളാണ് ചൈനയെ അലൗസരപ്പെടുത്തുന്നത്. 2025 ഏപ്രിലിൽ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും പുതിയ വ്യാപാര നയങ്ങളുടെ പശ്ചാത്തലത്തിൽ യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്ന് രഹസ്യമായി ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിലാണ് ഈ ഇടപാടുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഗോള വിതരണ ശൃംഖലകൾ പുനർനിർമ്മിക്കുക, ചൈനീസ് സ്ഥാപനങ്ങളെ ഒഴിവാക്കി വിശ്വസനീയമായ ശൃംഖലകൾ സൃഷ്ടിക്കുക എന്നിവയാണ് കരാറുകളുടെ ലക്ഷ്യവും. ഇത് വ്യാപാര തടസ്സങ്ങളെയും അതുപോലെ തന്നെ ബെയ്ജിംഗിൽ നിന്നുള്ള പ്രതികാര നടപടികളെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ചൈനീസ് വസ്തുക്കളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ശ്രമങ്ങളിൽ വിയറ്റ്നാം, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് മുൻപന്തിയിലുള്ളത്. അമേരിക്കൻ തീരുവകൾ ഒഴിവാക്കാൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അവരുടെ അതിർത്തികളിലൂടെ കടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ അത് തടയാൻ അവർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചില കമ്പനികൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി നിർമ്മിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യങ്ങളിൽ അവ വളരെ കുറച്ചു മാത്രമേ സംസ്കരിക്കുന്നുള്ളൂ. ഈ ഒരു രീതിയെയാണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പ്രതിരോധിക്കാൻ വിയറ്റ്നാം യുഎസുമായി ചേർന്ന് ഒരു ടിയേർഡ് താരിഫ് സ്ട്രക്ചറിന് സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ പ്രകാരം വിയറ്റ്നാമീസ് കയറ്റുമതിയിൽ ചൈനീസ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലോ ചൈനയിൽ നിന്ന് ട്രാൻസ്ഷിപ്പ് ചെയ്തതായി സംശയിക്കുന്നുണ്ടെങ്കിലോ ഉയർന്ന തീരുവകൾ നേരിടേണ്ടി വരും. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, വിയറ്റ്നാമിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതായി തെളിയിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ നിരക്കുകളാണ്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിയറ്റ്നാമിൽ അസംബിൾ ചെയ്ത് ചൈനീസ് ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഉൽപ്പന്നത്തിന് 25% വരെ താരിഫ് നിരക്ക് നേരിടേണ്ടി വരും. ചൈനീസ് വസ്തുക്കളെ ആശ്രയിക്കുന്ന നിർമ്മാതാക്കൾക്ക് വിതരണ ശൃംഖലകളെ സങ്കീർണമാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സംവിധാനം വിയറ്റ്നാമിന്റെ കയറ്റുമതി സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതുപോലെ യുഎസിന്റെ ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് താരിഫ് ആനുകൂല്യങ്ങൾക്ക് അർഹതയെന്ന് നിർണ്ണയിക്കുന്നതിനുള്ള റൂൾസ് ഓഫ് ഒറിജിനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ യുഎസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ച് ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിന് ഒരു പ്രധാന ഭാഗം, ഉദാഹരണത്തിന് ലേബർ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ചൈനയിൽ നിന്ന് വരുന്നതിനേക്കാൾ ഇന്ത്യയിൽ നിന്നാണ് വരേണ്ടതെന്ന് ഈ നിയമങ്ങൾ നിഷ്കർഷിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിന് ഉയർന്ന താരിഫ് ഒഴിവാക്കാൻ അതിന്റെ ഘടകങ്ങളുടെ 60% പ്രാദേശികമായി, അതായത് ഇന്ത്യയിൽ തന്നെ ലഭ്യമാക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ആവശ്യമായ കൃത്യമായ ശതമാനത്തിന്റെ കാര്യത്തിൽ യുഎസും ഇന്ത്യയും വിയോജിക്കുന്നു. ചൈനീസ് സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിന് യുഎസ് കർശനമായ പരിധികൾ ആവശ്യപ്പെടുന്നുമുണ്ട്. യുഎസിലേക്ക് ഇലക്ട്രോണിക്സും തുണിത്തരങ്ങളും കയറ്റുമതി ചെയ്യുന്നതും എന്നാൽ ചൈനീസ് അസംസ്കൃത വസ്തുക്കളെ വളരെയധികം ആശ്രയിക്കുന്നതുമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ നിർണായകമാണ്. ഇത് ഒരു ലോജിസ്റ്റിക് വെല്ലുവിളിയുമാകുന്നു. ഇനിയുള്ള ചോദ്യം, ചൈന ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതാണ്. ഈ ഇടപാടുകൾ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ദോഷം ചെയ്താൽ പ്രതികാരം ചെയ്യുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതും ശക്തമായ രീതിയിലാണ് ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏത് വ്യാപാര നിയന്ത്രണങ്ങളെയും ദൃഢനിശ്ചയത്തോടെ ചെറുക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ബീജിംഗിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. യുഎസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കുമേൽ സാധ്യതയുള്ള താരിഫുകളോ ഉപരോധങ്ങളോ ഉണ്ടാകുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. താരിഫ് ഇളവുകൾ എന്ന് വിളിക്കപ്പെടുന്നവയ്ക്ക് പകരമായി ചൈനീസ് താൽപര്യങ്ങളുടെ ചെലവിൽ ഒരു കരാറിലെത്തുന്നതിനെ ചൈന ശക്തമായി എതിർക്കുന്നു. ചൈനീസ് വാണിജ്യ മന്ത്രാലയം ജൂൺ 28 ശനിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇതാണ്: ഇത് സംഭവിച്ചാൽ ചൈന ഒരിക്കലും അത് അംഗീകരിക്കില്ല, കൂടാതെ അതിന്റെ നിയമാനുസൃത അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെ അതിനെ എതിർക്കും എന്നും കൂട്ടിച്ചേർത്തു. ഇനി വിപണി പ്രവേശനത്തിനായി അമേരിക്കയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ, സ്റ്റീൽ, രാസവസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങൾക്ക് വേണ്ടി ചൈനയെ ആശ്രയിക്കുന്നതിനാൽ ഇത് അവരെ പ്രതിസന്ധിയിലാക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഉദാഹരണത്തിന്, യുഎസിലേക്കുള്ള ഒരു പ്രധാന കയറ്റുമതിക്കാരായ ദക്ഷിണ കൊറിയയുടെ സെമി കണ്ടക്ടർ വ്യവസായം ചൈനയിൽ നിന്നാണ് നിർണായക വസ്തുക്കൾ ശേഖരിക്കുന്നത്. യുഎസ് നിയമങ്ങൾ പാലിക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുകയും ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഈ ചർച്ചകളുടെ ആവശ്യകത അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ജൂലൈ 9 അവസാനിക്കാനിരിക്കുന്ന സമയപരിധിയോടെ വർദ്ധിക്കുമെന്നത് ഉറപ്പാണ്. പുതിയ യുഎസ് താരിഫുകൾക്കുള്ള 90 ദിവസത്തെ ടെമ്പററി ആയിട്ടുള്ള പോസ് ജൂലൈ 9 അവസാനിക്കുന്നത്. ഇത് കരാറുകൾ അന്തിമമാക്കുന്നതിന് രാജ്യങ്ങൾക്ക് ഇടുങ്ങിയ അവസരം അല്ലെങ്കിൽ സമയം മാത്രമാണ് നൽകുന്നത്. ശേഷം നിബന്ധനകൾ പാലിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 30% വരെ ഉയർന്ന തീരുവ ചുമത്താൻ കാരണമാകും. ഇത് കയറ്റുമതിക്കാർക്കും യുഎസ് ഉപഭോക്താക്കൾക്കും ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും.